السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നിരവധി ആയത്തുകളിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല ഹദീസുകളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തോട് ചേർത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എത്ര തവണയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, ഈ രൂപത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലതു പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ ഇല്ലാ മഅ ദി മഹ്റമിൻ ലഹാ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന്, ഒരു മഹ്റമായ ആൾ, വിവാഹബന്ധം ഹറാമായ അടുത്ത ബന്ധു കൂടെയില്ലാതെ യാത്ര ചെയ്യുക പാടില്ല. ഇതുപോലെ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം ഖുർആനിലും ഹദീസിലും ധാരാളമായി ചേർത്തി പറയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, ഈമാനിൻ്റെ അടിത്തറകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അന്ത്യദിനത്തിലുള്ള, പരലോകത്തിലുള്ള നമ്മുടെ വിശ്വാസം. നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത്, അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നത്, അവൻ വിലക്കിയ കാര്യങ്ങൾ വെടിയുന്നത്, അവനു മുന്നിൽ ചെന്നു നിൽക്കേണ്ട, അവൻ്റെ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്, ഒരു നാളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. സ്വർഗനരകങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ കിതാബിൽ അവൻ പറഞ്ഞത്, ذَلِكَ يُعَظُ بِهِ مَنْ كَانَ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَمَنْ يَتَّقِ اللَّهَ يَجْعَلْ لَهُ مَخْرَجًا. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവന് നൽകപ്പെടുന്ന ഉപദേശമാണത്. وَمَنْ يَتَّقِ اللَّهَ يَجْعَلْ لَهُ مَخْرَجًا. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവൻ അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് പരലോകത്തിലുള്ള വിശ്വാസമെന്നാൽ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നാൽ എന്താണ്? മരണത്തിന് ശേഷം സംഭവിക്കുമെന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മരണത്തോടെ സംഭവിക്കുമെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള, നമ്മളിപ്പോൾ കാണാത്ത എന്നാൽ സംഭവിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ബർസഖിലുള്ള വിശ്വാസം, ഖബറിലെ രക്ഷാശിക്ഷകളെക്കുറിച്ച്, അവിടെയുള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള യൗമുൽ ആഖിറുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നാളെ പരലോകത്ത് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ രംഗം, ആ മഹാസംഗമം, അവിടെയുള്ള മീസാൻ, ആളുകളുടെ അമലുകൾ തൂക്കി നോക്കുന്ന മീസാനും, അവിടെയുള്ള വിചാരണയും, അവിടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടലും, അവിടെ സറാത്ത് പാലം കടന്നുപോകലുമെല്ലാം
അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം, മനുഷ്യരെല്ലാം അന്തിമമായി എത്തിച്ചേരുന്ന ശാശ്വത ഭവനങ്ങളിലുള്ള വിശ്വാസം, സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് നമ്മെ പടച്ചിട്ടുണ്ടോ, നമുക്കിവിടെ ജീവിതം നൽകിയിട്ടുണ്ടോ എങ്കിൽ മരണത്തിനു ശേഷം ഒരു പരലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അത് അവസാനമില്ലാത്ത, അറ്റമില്ലാത്ത ലോകമാണ്. അത് അന്ത്യമില്ലാത്ത ജീവിതമാണ്. ആളുകൾ മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം, അവർ ചാരമായിരുന്നതിന് ശേഷം, അവരെ പക്ഷികളോ മൃഗങ്ങളോ ഭക്ഷിച്ചതിനു ശേഷം, അവർ കാറ്റിൽ അലിഞ്ഞുപോയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ പടച്ചത്, അതിലേക്ക് നാം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വമിൻഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. വീണ്ടും ഒരു തവണ ആ മണ്ണിൽ നിന്ന് നാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ഇസ്രാഫീൽ എന്ന ഒരു മലക്കിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരിക്കുന്നു. കാഹളമൂതാനുള്ള മലക്കാണ് ആ മലക്ക്. വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. അല്ലാഹു പറയുന്നു, കാഹളത്തിൽ അതാ ഊതപ്പെടുകയായി. ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം ആ കാഹളത്തിലുള്ള ഊത്ത് കേൾക്കുന്നതോടെ, ആ മഹാശബ്ദം കേൾക്കുന്നതോടെ വീണുപോകുന്നതാണ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ثم نفخ فيه أخرى. അതിനുശേഷം രണ്ടാമതൊരിക്കൽ കൂടി ആ കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. فإذا هم قيام ينظرون. അപ്പോഴതാ അവരെല്ലാം അവരുടെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ്, ആ നാൾ പ്രിയ സഹോദരങ്ങളെ വളരെ അടുത്താണ്, അതകലെയല്ല. അള്ളാഹു അതിനെ ഖരീബ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ അവർ അശ്രദ്ധയിൽ കഴിയുകയാണ്. ഇഖ്തറബത്തിസ് സാഅ വൻശഖൽ ഖമർ. ആ അന്ത്യസമയം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്തടുത്ത രണ്ടു വിരലുകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ. ഇതാ ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പരലോകത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ദിനത്തെ അടുത്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ എന്നാണത് സംഭവിക്കുക, അതിൻ്റെ തീയതി എന്നാണ് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ആർക്കും അറിയില്ല. അത് റബ്ബിന് മാത്രം അറിയുന്ന വിജ്ഞാനമാണ്. അവർ നിന്നോട് അന്ത്യദിനത്തെക്കുറിച്ച് ചോദിക്കുന്നു. അള്ളാഹു പറയുകയാണ്, അന്ത്യദിനത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, എന്നാൽ അതേക്കുറിച്ചുള്ള വിവരം ഒരു പടപ്പിനും നാം നൽകിയിട്ടില്ലെന്ന് അള്ളാഹു പറയുകയാണ്. അത് കാണുന്നില്ല എന്നത്, അവിടേക്ക് പോയി പരലോകത്തെ അനുഭവങ്ങൾ അനുഭവിച്ച്, ബർസഖിലെ രക്ഷാശിക്ഷകൾ അനുഭവിച്ച് ആരും തിരിച്ചു വന്നിട്ടില്ല എന്നതുകൊണ്ട് ഒരാളും വഞ്ചിതരാകേണ്ടതില്ല. زعم الذين كفروا ألا يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. നിഷേധികളായ കാഫറുകളായ ആളുകൾ ജൽപ്പിക്കുന്നു, അല്ല യുബഅസു, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന്. ഖുൽ ബലാ വറബ്ബി, അല്ല എൻ്റെ റബ്ബ് തന്നെയാണെന്ന സത്യം നീ പറയുക എൻ്റെ റബ്ബ് തന്നെ സത്യം. ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരും. അള്ളാഹുവിനത് നിസാരമായ കാര്യമാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു നമ്മെ ആദ്യം പടച്ചവനാണ് എങ്കിൽ രണ്ടാമത് മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം നമ്മെ ഒരുമിപ്പിച്ച് വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. വരണ്ട ഭൂമിയെ അവൻ മഴ വർഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സജീവമാക്കി മാറ്റുന്നത്, അതിന് ജീവൻ നൽകുന്നത്, അതുപോലെ അള്ളാഹു മനുഷ്യരെ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ബലിഷ്ഠമായ സൃഷ്ടികളെ, ആകാശഭൂമികളെ പടച്ചവനാണ്. റബ്ബിനെന്തു പ്രയാസമാണുള്ളത്, അവനെന്തു പ്രയാസമാണുള്ളത് നമ്മെ വീണ്ടും ജീവിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഫീൽ എന്ന മലക്കിനെ കുറിച്ച് പറയുകയാണ്,
മാ തറഫ സാഹിബു സൂരി മുദ് ഉക്കില ബിഹി മുസ്തഇദ്ദൻ യൻദുറു നഹ്വൽ അർശ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്രാഫീൽ എന്ന മലക്കിനെ കാഹളത്തിലൂതാൻ ഏൽപ്പിച്ചതു മുതൽ ആ കാഹളം വായിൽ വെച്ച് നെറ്റിചരിച്ച് കണ്ണു ഒരു തവണ പോലും ചിമ്മാതെ അർശിനു നേരെ, റബ്ബിൻ്റെ മഹാസിംഹാസനത്തിനു നേരെ ഇസ്രാഫീൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിമ വെട്ടുന്നില്ല. എന്തുകൊണ്ടാണത്? മഖാഫത അയ്യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി തറഫുഹു. അല്ലാഹുവിൻ്റെ കൽപ്പന വന്നാൽ ആ കണ്ണിമ വെട്ടുന്ന നേരം പോലും ആ കൽപ്പന നടപ്പാക്കാൻ താമസം വരാതിരിക്കാൻ, അത് വൈകിപ്പോകാതിരിക്കാൻ, കഅന്ന ഐനൈഹി കൗകബാനി ദുർരിയാൻ, രണ്ടു തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയുണ്ട് ഇസ്രാഫീലിൻ്റെ കണ്ണുകളെന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരികയാണ്. നോക്കൂ, ആ കാഹളത്തിലെ ഒന്നാമത്തെ ഊത്തോടെ അന്ത്യദിനം സംഭവിക്കുകയായി. രണ്ടാമത്തെ ഊതുന്നതോടെ ആളുകൾ ഉയർത്തെഴുന്നേറ്റു വരുന്നത്. ഈ ഭൂമിയിൽ നിന്ന് ആദ്യമായി ഖബർ പിളർന്ന് ഉയർത്തെഴുന്നേൽക്കുക നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീട് എല്ലാവരും അല്ലാഹു റബ്ബുൽ ആലമീൻ റൂഹ് നൽകിയിട്ടുള്ള, അതിനുശേഷം മരണപ്പെട്ടിട്ടുള്ള എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. ഉമ്മയുടെ വയറ്റിൽ 4 മാസം എത്തിയാൽ ഒരു കുഞ്ഞിന് റൂഹ് നൽകപ്പെടും, ആത്മാവ് നൽകപ്പെടും. അതിനുശേഷം എപ്പോൾ എവിടെ വെച്ചു മരിച്ചാലും, പ്രസവിക്കുന്നതിന് മുൻപ് മരിച്ചാലും, കുഞ്ഞായിരിക്കെ മരിച്ചാലും, യൗവനമെത്തിയിട്ട് മരിച്ചാലും, വൃദ്ധനായി മരിച്ചാലും, ഏത് സമയത്തായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറയുന്നു, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർലൻ. നിങ്ങളെ അല്ലാഹു ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ്. ഹുഫാതൻ, നഗ്നപാതരായി, ചെരുപ്പില്ലാത്ത അവസ്ഥയിൽ, ഉറാതൻ, വസ്ത്രമില്ലാത്ത നിലയിൽ, ഗുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ. എന്തുകൊണ്ടാണ്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദുഹു. എങ്ങനെയാണോ നാം സൃഷ്ടിപ്പ് ആരംഭിച്ചത് അതുപോലെ നാം കൊണ്ടുവരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അർരിജാലു വന്നിസാഉ യൻദുറു ബഅദുഹും ഇലാ ബഅദ്. പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം നഗ്നരായി അവിടെ വന്നാൽ അവർ പരസ്പരം നോക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്. അതിനൊന്നിനും തോന്നാത്ത രൂപത്തിൽ അങ്ങേയറ്റം തങ്ങളുടെ കാര്യത്തിൽ ഭയവിഹ്വലരായി പ്രയാസപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കഠിനമായ രംഗമാണത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് അത് ആളുകൾക്ക് അവിടെ വസ്ത്രം നൽകപ്പെടുന്നതാണ്. ആദ്യമായി വസ്ത്രം നൽകപ്പെടുക ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഭൂമിയായി തീരുന്നതാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി മറ്റൊരു ഭൂമിയായി തീരും, ആകാശവും അങ്ങനെ തന്നെ. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിൻ്റെ മുന്നിൽ ഓരോരുത്തരും എല്ലാവരും സമ്മേളിക്കുന്നതാണ്, എല്ലാവരും വരുന്നതാണ്. ആ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ദിവസം യുഹ്ശറു الناس يوم القيامة على أرض بيضاء عفراء كقرصة نقي ليس فيها معلم لأحد. അന്നേ ദിവസം ഭൂമി വെളുത്ത ചുവപ്പ് നിറം കലർന്ന വെളുത്ത നിറത്തിലായിരിക്കും ഭൂമി ഉണ്ടാവുക. വെളുത്ത ശുദ്ധമായ ധാന്യം കൊണ്ട്, അങ്ങനെയുള്ള പൊടിച്ച ധാന്യം കൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ, ഒരപ്പം ഉണ്ടാക്കിയാൽ അതിൻ്റെ നിറം എങ്ങനെയായിരിക്കും? അതുപോലെയായിരിക്കും ഭൂമി. ആ ഭൂമിയിൽ ഒരു വളവോ ചെരിവോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഉണ്ടാവുകയില്ല, ഒരടയാളവും ബാക്കി നിൽക്കുകയില്ല. ഈ ഭൂമിയിൽ വളവും തിരിവും ഉയർച്ചയും താഴ്ചയുമെല്ലാമാണ്. ഈ ഭൂമി വേർതിരിച്ച് എൻ്റെ വീട് ഇവിടെയാണ്, എൻ്റെ കച്ചവട സ്ഥാപനം ഇവിടെയാണ് എന്ന രൂപത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഒരൊറ്റ സമതലമായി അള്ളാഹു ഭൂമിയെ ആക്കി തീർക്കുന്നതാണ്. ആളുകളത് അവിടെ ഓരോരുത്തരായി വിചാരണയ്ക്ക് വേണ്ടി തൻ്റെ അന്തിമ സങ്കേതം എവിടെയാണ് എന്ന കാര്യത്തിന് വേണ്ടി വരികയാണ്. നോക്കൂ, ജനങ്ങൾ പല രൂപത്തിലായിരിക്കും അന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല.
അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അള്ളാഹു ചിലരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അവരുടെ മുഖം നിലത്തുകുത്തിയ നിലയിലായിരിക്കും. അന്ധരായി, ബധിരരായി, സംസാരിക്കാൻ സാധിക്കാത്തവരായി അള്ളാഹു റബ്ബുൽ ആലമീൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ആളുകൾ മുഖം കുത്തി നടക്കുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ അവരുടെ അതിന്മേൽ നടക്കുന്നവരാക്കിയ റബ്ബ് അവനവരെ മുഖങ്ങളിൽ കുത്തി നടക്കുന്നവരാക്കാൻ യാതൊരു പ്രയാസവുമില്ല. നോക്കൂ, ഇങ്ങനെ ഭീതിതമായ അവസ്ഥയിൽ, അങ്ങേറ്റം മോശമായ അവസ്ഥയിൽ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളുകളുണ്ട്. അഹങ്കാരികളായ ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല അദ്ദർരി ഫീ സുവരിർ റിജാൽ യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ. അഹങ്കാരികളായ, അഹംഭാവികളായ ആളുകളെ മനുഷ്യൻ്റെ രൂപത്തിൽ, എന്നാൽ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ്. കാരണം പെരുമ നടിച്ച ആളുകളാണവർ, തങ്ങൾ വലിയ ആളുകളാണെന്ന് നടിച്ചവരാണവർ. അള്ളാഹു വരെ നിന്ദ്യരാക്കി കൊണ്ടുവരുന്നതാണ്. ആളുകൾ ചവിട്ടി മെതിക്കുന്ന രൂപത്തിൽ എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവരെ പൊതിഞ്ഞിരിക്കും. നസ്അലുല്ലാഹൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, മാ യസാലു റജുലു യസ്അലു الناس ഹത്താ യഅതി യൗമൽ ഖിയാമ ലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ. പണം കയ്യിലുണ്ടായിട്ടും വീണ്ടും വീണ്ടും അത് കുന്നുകൂട്ടുവാൻ വേണ്ടി ആളുകളോട് യാചിച്ചു നടന്നവൻ, അങ്ങനെ യാചിച്ച് ജീവിച്ചവൻ, മുഖത്ത് ഒരു തുണ്ട് മാംസമില്ലാത്ത അങ്ങേറ്റം മോശമായ അവസ്ഥയിൽ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ്. അല്ലദീന യഅകുലൂന الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. അവിടെ പലിശ തിന്ന ആളുകൾ, ദുനിയാവിൽ പലിശ ഭുജിച്ച ആളുകൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വരിക പിശാചുബാധ കാരണത്താൽ മറിഞ്ഞു വീഴുന്ന രൂപത്തിലാണ്. യാ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പല രൂപത്തിൽ നാളെ പരലോകത്ത് ആളുകൾ വരുന്നതാണ്. ലികുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമത്തി യുഅറഫു ബിഹ്. ഓരോ വഞ്ചകനും ആളുകളുടെ സ്വത്തും മറ്റും അന്യായമായി വഞ്ചിച്ചെടുത്തവന് നാളെ പരലോകത്തൊരു പതാക നൽകപ്പെടുമെന്നാണ്. അവൻ്റെ പിൻഭാഗത്തൊരു പതാക നാട്ടപ്പെടും, ഇവൻ വഞ്ചകനാണ് എന്നാളുകളെ അറിയിക്കുന്ന രൂപത്തിൽ. യാ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ദുനിയാവിലെ അവസ്ഥക്കനുസരിച്ച് നാളെ പരലോകത്ത് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നതിന് മുൻപ് തന്നെ വരുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് വുദൂഇൻ്റെ അടയാളങ്ങളുമായി മുഖത്തും കൈകാലുകളിലും പ്രകാശിക്കുന്ന രൂപത്തിൽ ഈ ഉമ്മത്തിൽ വുദൂഇൻ്റെ അടയാളത്താൽ വരുമെന്ന് പറഞ്ഞത് കാണാം. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുദൂ. രക്തസാക്ഷികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റവർ, അവർ നാളെ പരലോകത്ത് വരും. ആ രക്തവുമായി തന്നെ വരും. എന്നാൽ വല്ലൗനു ലൗനുദ്ദം വറീഹു റീഹുൽ മിസ്ക്. ആ രക്തത്തിൻ്റെ നിറം അത് രക്തത്തിൻ്റെ നിറം തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മാന്യമായ, ഏറ്റവും സുന്ദരമായ, അഭിമാനിക്കാവുന്ന രൂപത്തിൽ നാളെ പരലോകത്ത് വരുന്നതാണ്. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. യൗമ നഹ്ശുറുൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചവരെ നാം നാളെ പരലോകത്ത് കൊണ്ടുവരുന്നതാണ്. നമ്മെ സൂക്ഷിച്ചവരെ കൊണ്ടുവരുന്നതാണ്. എങ്ങനെ? വഫ്ദൻ, പ്രതിനിധി സംഘങ്ങളെപ്പോലെ, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന, ഏറ്റവും നല്ല സമ്മാനങ്ങളും ഉപഹാരങ്ങളും സ്വീകരിക്കാൻ വരുന്ന സംഘങ്ങളെപ്പോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചവരെ നാളെ പരലോകത്ത് അവൻ കൊണ്ടുവരുന്നതാണ്. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. എന്നാൽ കുറ്റവാളികളായ ആളുകളെ ദാഹാർത്ഥരായ നിലയിൽ, ദാഹിച്ചു വലയുന്ന അവസ്ഥയിൽ നാം നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു പറയുകയാണ്, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഓർക്കുക, നാളെ പരലോകത്ത് എല്ലാവരും, ഇതാ ഇവിടെ കൂടിയവരും, ഇതിനു പുറത്ത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ആദം അലൈഹിസ്സലാം തൊട്ടും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ പേരും സമ്മേളിക്കുന്ന ആ മഹ്ശറിൽ എങ്ങനെയായിരിക്കും ഞാനും നിങ്ങളും വരിക?
എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അവിടെ മനുഷ്യരെ മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ മൃഗങ്ങളെ വരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഈ ദുനിയാവിൽ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തിന് തിരിച്ച് കൊമ്പില്ലാതിരുന്ന ആടിന് അള്ളാഹു കൊമ്പ് നൽകുകയും ഇതിനെ കുത്താൻ പറയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാടുകൾ കൊമ്പ് കോർക്കുന്നത് കണ്ടപ്പോൾ സഹാബിയോട് ചോദിച്ചു, എന്തിനാണിത് കൊമ്പ് കോർക്കുന്നത് എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ അള്ളാഹുവിനറിയാം. അള്ളാഹു അവ രണ്ടുപേർക്കുമിടയിൽ നാളെ പരലോകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, എന്തൊരു നീതിയാണത്! എന്നാൽ അത് കഴിഞ്ഞാൽ അവരോട് മണ്ണായിക്കൊള്ളാൻ പറയും. അവർക്ക് സ്വർഗനരകങ്ങളില്ല. അത് കണ്ടാലാണ് ഒരു കാഫിർ കൊതിച്ചു പോവുക. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ കൊതിച്ചു പോകും. എന്നാൽ മനുഷ്യരും ജിന്നുകൾക്കും അങ്ങനെ മണ്ണായിത്തീരുക സാധ്യമല്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടാലൊന്ന് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായി മരിച്ച ഒരാളെ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിലായി മരിച്ച ആളുകളെ എങ്ങനെയാണ് അവരെ ഖബറടക്കേണ്ടത്? അവരെ 2 തുണിയിലാണ് ഖബറടക്കേണ്ടത്. ഇഹ്റാമിൽ എന്നതുപോലെ സുഗന്ധം പുരട്ടാതെ തലമറക്കാത്ത രൂപത്തിൽ ഇഹ്റാമിലായിരിക്കെ മരിച്ച ആളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, തൽബിയത്ത് ചൊല്ലുന്ന, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലുന്ന നിലയിലാണ് നാളെ ഇദ്ദേഹത്തെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് സഹോദരങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും അമൽ അത് നന്നായിക്കൊള്ളട്ടെ. കാരണം അവസാനത്തെ അമൽ എന്താണോ ആ സ്ഥിതിയിലായിരിക്കും നാളെ പരലോകത്ത് നമ്മൾ എഴുന്നേറ്റ് വരിക. എവിടെയായിരിക്കും നമ്മൾ അവസാനിക്കുക? ഒരു തിന്മ കണ്ടുകൊണ്ടിരിക്കെ, ഒരു വൃത്തികേടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ, ഒരു ഹറാമു ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ റൂഹ് പിടികൂടപ്പെട്ടാൽ ആ അപമാനകരമായ നിലയിലായിരിക്കും, ആ നിന്ദ്യമായ സ്ഥിതിയിലായിരിക്കും നാളെ പരലോകത്ത് നമ്മൾ എത്തിച്ചേരുക. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ആ ലോകം ഒരാളെയും അള്ളാഹു വിട്ടുകളയാതെ എല്ലാവരെയും കൊണ്ടുവരുന്ന ലോകമാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരെല്ലാം ഒറ്റക്കൊറ്റക്കായി, എത്ര പരിവാരങ്ങൾ ഉണ്ടായിരുന്നവനും, എത്ര സഹായികളും സുഹൃത്തുക്കളും സൈന്യവും ഉണ്ടായിരുന്നവനും, അധികാരിയും പണക്കാരനും പണിക്കാരനും, ദരിദ്രനും ധനികനും, പുരുഷനും സ്ത്രീയും എല്ലാം ഒറ്റക്കൊറ്റക്കായി, എല്ലാവരും ഒറ്റക്കൊറ്റക്കായി റബ്ബിൻ്റെ അരികിൽ വന്നു ചേരുന്നതാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യജ്മഉ യൗമൽ ഖിയാമത്തിൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും ഒന്നൊഴിയാതെ അള്ളാഹു ആ മുറ്റത്ത് കൊണ്ടുവരുന്നതാണ്. ഫയുസ്മിഉഹുമുദ് ദാഇ വയുൻഫിദുഹുമുൽ ബസർ. ഒരാൾ ശബ്ദമെടുത്താൽ അവിടെ കൂടിയ എല്ലാവരെയും കേൾപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ, നോക്കിയാൽ എല്ലാവരെയും കാണാൻ പറ്റുന്ന രൂപത്തിൽ. യാ സുബ്ഹാനല്ലാഹ്, ഒരു വളവോ തിരിവോ ചെരിവോ ഒന്നുമില്ലാത്ത ആ മഹ്ശറിൽ ആളുകളെ അള്ളാഹു കൊണ്ടുവരികയാണ്. ആദം അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ ആൾ വരെ ആ ഒരു പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ നാളേക്ക് വേണ്ടി ഒരുങ്ങുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നാളേക്ക് വേണ്ടി എന്താണ് താൻ ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലഗദിൻ വത്തഖുല്ലാഹ്. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന് ചിന്തിച്ചു കൊള്ളുക, അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് മഹ്ശറിൽ വിചാരണക്ക് കാത്തുള്ള പടപ്പുകളുടെ നിൽപ്പ് അത് ദൈർഘ്യമേറിയ വലിയ ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് നീണ്ടു പോവുകയും ജനങ്ങളെല്ലാം അവരുടെ കാലുകളിൽ മുട്ടുകുത്തി വീഴുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. വതറാ കുല്ല ഉമ്മത്തിൻ ജാഥിയ, സകല സമൂഹങ്ങളെയും അവരുടെ മുട്ടുകൾ കുത്തിയ നിലയിൽ നിനക്കവിടെ കാണാവുന്നതാണ്. എന്നാൽ മുഅ്മിനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാൾ വളരെ എളുപ്പമാക്കി കൊടുക്കും. 2 നിസ്കാരങ്ങളുടെ ഇടയിലുള്ള സമയം പോലെ മാത്രം.
ദുഹറിൻ്റെയും ആസറിൻ്റെയും ഇടയിലുള്ള സമയം പോലെ, സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങി അത് അസ്തമിക്കുന്നത് വരെയുള്ള സമയം പോലെ, അങ്ങനെയുള്ള രൂപത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അവരുടെ അമലുകൾക്കനുസരിച്ച് ആ പരലോകത്തെ കാത്തിരിപ്പ് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അത് ഭീതിതമായ, പേടി നിറഞ്ഞ, ആളുകളെല്ലാം ഭയന്നു പോകുന്ന നാളാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വഅൻദിർഹും യൗമൽ ആസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇ യുതാഅ. വഅൻദിർഹും, ഓ നബി അവർക്ക് താക്കീത് നൽകുക. യൗമൽ ആസിഫ, അടുത്തുള്ള ആ നാളിനെ കുറിച്ച് താക്കീത് നൽകുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ, ഭയപ്പാടുകൊണ്ട് ഹൃദയം മുകളിലേക്ക് പൊങ്ങി തൊണ്ടക്കുഴിയിൽ എത്തിപ്പോകുന്ന ആ ഭീതിതമായ രംഗത്തെക്കുറിച്ച്, അടുത്തുള്ള ആ നാളിനെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുക. മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇ യുതാഅ. അന്നവിടെ അക്രമികളായ ആളുകൾക്ക് ഒരുറ്റ കൂട്ടുകാരനോ സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ ഉണ്ടായിരിക്കുകയില്ല. ആരും സഹായിക്കാനില്ലാത്ത സ്വന്തം അമലുകൾ മാത്രമായുള്ള സ്വന്തം പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് പേടിച്ചോടിപ്പോകുന്ന രംഗം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്നതാണ്. വ ഉമ്മിഹി വ അബീഹി, അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന്. വ സാഹിബതിഹി വ ബനീഹി, അവൻ്റെ കൂട്ടുകാരിയുടെ, അവൻ്റെ ഇണയുടെ അരികിൽ നിന്ന്, അവൻ്റെ മക്കളുടെ അരികിൽ നിന്ന് ഓടി ഒളിക്കുന്ന, എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ പേടിച്ചു പോകുന്ന, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആശങ്കപ്പെടുന്ന ആ രംഗം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹ്. ഓരോരുത്തരും അവൻ്റെ കാര്യം തന്നെ ചിന്തിക്കാൻ അവോളമുണ്ട്. ചിന്തിച്ചാൽ തീരാത്തത്ര, പേടി മാറാത്തത്ര ഓരോരുത്തരും അവൻ്റെ കാര്യം തന്നെ ഉണ്ട്. ചെറുപ്പക്കാരായ കുട്ടികളായ ആളുകൾ പോലും പേടി കൊണ്ട് നരച്ചു പോകുന്ന നാളാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. ഒരു നാളിൽ നിങ്ങൾ എന്തു ചെയ്യാനാണ്? അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ എങ്ങനെ തടുക്കാനാണ്? ആ നാളിനെ നിങ്ങൾ എങ്ങനെ തടുത്തു നിർത്തും? നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? യൗമ യജ്അലുൽ വിൽദാന ശീബാ, കുട്ടികളെപ്പോലും നരപ്പിച്ച് കളയുന്ന, അവരുടെ രോമങ്ങൾ പേടി കാരണത്താൽ നരച്ചു പോകുന്ന അങ്ങനെയുള്ള രംഗമാണത്, ആ നാളാണത്. ആ ദിവസത്തിൽ ചില മുഖങ്ങൾ കറുത്തു പോവുകയും ചില മുഖങ്ങൾ പൊടി പുരണ്ടു പോവുകയും ചില മുഖങ്ങൾ തിളങ്ങി പ്രസന്നമാവുകയും ചെയ്യും. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. അന്നേ ദിവസം സൂര്യൻ അതടുത്തേക്ക് കൊണ്ടുവരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. സൂര്യൻ അതാ പടപ്പുകളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നതാണ് അന്ത്യനാളിൽ. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മീൽ അകലത്തിൽ സൂര്യൻ കൊണ്ടുവരപ്പെടും. എന്താണ് ഒരു മീൽ എന്നാൽ? താബിഇയായ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സുലൈം ഇബ്നു ആമിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ മീൽ അകലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അമസാഫത്തുൽ അർദ്, ഭൂമിയുടെ അകലം അത് കണക്ക് കൂട്ടാൻ മൈൽ എന്ന കണക്ക് പറയാറുണ്ട്. അതാണോ ഒരു മൈൽ അകലം എന്നാണോ അർത്ഥം? അമിൽ മീൽ അല്ലദീ തുക്തഹലു ബിഹിൽ ഐൻ, സുറുമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കോലിന് മീലെന്ന് പറയും. ആ അകലമാണോ ഉദ്ദേശം? രണ്ടായാലും സഹോദരങ്ങൾ അതെത്ര കഠിനമായ രംഗമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയകൂനു الناس على قدر اعمالهم في العرق. ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി, നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവനുണ്ടാകും, മുട്ടുകൾ വരെ മുങ്ങിയവനുണ്ടാകും, അരവരെ മുങ്ങിയവനുണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വായിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി, വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമൻ. ഇതാ ഇങ്ങനെ വിയർപ്പിൽ മൂക്കറ്റം മുങ്ങിപ്പോകുന്ന ആളുകളും അവിടെ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെയും അതാ മുഅ്മിനുകൾക്ക് എളുപ്പം നൽകുന്നതാണ്. അവൻ്റെ അർശിൻ്റെ ആ തണൽ, ആ ശീതളമായ തണൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് മുഅ്മിനുകൾക്ക്, നല്ലവരായ ആളുകൾക്ക് നൽകുന്നതാണ്. അവിടെ ഏടുകൾ, കർമ്മങ്ങളുടെ ഏടുകൾ നൽകപ്പെടും. അവിടെ തുലാസുകളുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ വിചാരണ അതിനുശേഷമുണ്ട്. സഹോദരങ്ങളെ, ആ പരലോകത്തെക്കുറിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ആ നാളിനു വേണ്ടി ഒരുങ്ങേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഇതൊന്നും ആരെങ്കിലും അവരുടെ തലയിലുദിച്ച്
അവരുടെ ഭാവനകളിൽ മെനഞ്ഞെടുത്ത കാര്യങ്ങളല്ല, മറിച്ച് ഏറ്റവും സത്യസന്ധരായ അള്ളാഹുവിൻ്റെ നബിമാർ, അവരുടെ സത്യസന്ധതയ്ക്ക് ലോകം സാക്ഷിയാണ്. കോടാനുകോടി മനുഷ്യർ സാക്ഷികളാണ്. അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണിത്. അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ പറഞ്ഞു തന്ന യാഥാർത്ഥ്യമാണിത്. ഇത് ഞാനും നിങ്ങളും കാണാനിരിക്കുന്ന രംഗമാണ്. അത് മറക്കാതിരിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ആ പരലോകത്തേക്ക് വേണ്ടി ജീവിക്കുന്ന, ആ പരലോകം പ്രതീക്ഷിക്കുന്ന, അവിടേക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളായി തീരുക നാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد.